ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, മല്ലു കപ്പിൾ ഓൺ റോഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്കിലാണ് കേട്ടോ. നമ്മൾ ആക്ച്വലി നാട്ടിലേക്കുള്ള യാത്രയുടെ ഇടയ്ക്കാണ്. നമ്മൾ പല യാത്രകളിലും ഫ്ലൈറ്റ് മാറി കയറണം, ട്രെയിൻ മാറി കയറണം എന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ എയർപോർട്ട് മാറി കയറുവാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്കിലുള്ള ലഗാഡിയ എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ്. അപ്പം നമ്മൾ സൗത്ത് വെസ്റ്റ് എയർലൈൻസ് എടുത്ത് ഇവിടെ വന്നു. ഇവിടെ നിന്ന് നമ്മൾ ഒരു 10 മൈൽ അകലെയാണ് JFK എന്ന് പറഞ്ഞ എയർപോർട്ടുള്ളത്. JFK എയർപോർട്ടിൽ ചെന്നിട്ടാണ് അവിടെ നിന്നാണ് നമുക്ക് കുവൈറ്റ് എയർവേസിലാണ് നാട്ടിലേക്ക് പോകുന്നത്. സോ നമ്മൾ പെട്ടിയെല്ലാം എടുത്തിട്ടുണ്ട്. 4 പെട്ടിയും 2 ഹാൻഡ് ക്യാരിയും ഷോൾഡർ ബാഗും ഒക്കെ ആയിട്ട് നമ്മളിവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഷട്ടിൽ ബസ് എടുത്ത് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട്. ബാക്കി നമുക്ക് അപ്പുറത്തേക്കുള്ള യാത്രയിൽ കാണാം. പെട്ടി ഇങ്ങനെ നേരെ കാർ വിൽക്കാൻ പോകാട്ടോ. നമ്മുടെ പെട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് മാസയുടെ CX9 ആണ് കിട്ടിയിരിക്കുന്നത്. അവർ പറഞ്ഞത് B15 എന്ന് പറഞ്ഞ നമ്പറിലാണ് കിടക്കുന്നത്. ഇത് പറഞ്ഞ കാറോ A ആണ്. നമ്മൾ B എവിടെ ഒന്ന് കണ്ടുപിടിക്കണം. B15 കിടപ്പുണ്ട് നമ്മുടെ വണ്ടി. സോ ഇതാണ് B റോ. നമുക്ക് നമ്മുടെ വണ്ടി കിട്ടിയിട്ടോ. നമ്മളിത് ചെയ്തുണ്ടോ, ബഡ്ജറ്റിൻ്റെ വണ്ടിയാണ് എടുത്തത്. B15 കിടക്കുന്ന വണ്ടിയാണെന്ന് പറഞ്ഞു. മാസയുടെ വണ്ടിയാണ്. മാസ CX9 ആണ്. സോ മാസ CX9 ആണ് ഈ കാണുന്ന വണ്ടി. അത്യാവശ്യം SUV ആണ് കേട്ടോ. ഞാൻ ആക്ച്വലി ബഡ്ജറ്റ് കാറാണ് ബുക്ക് ചെയ്തത്. എക്കോണമി കാർ നമുക്ക് കുറച്ച് നേരത്തേക്ക് മതിയല്ലോ. പക്ഷേ അവരെനിക്ക് ഫ്രീ ആയിട്ട് അപ്ഗ്രഡേഷൻ തന്നിട്ടുണ്ട്. സോ മാസയുടെ CX9 കൊണ്ടാണ് നമ്മൾ നേരെ JFKയിലേക്ക് പോകാൻ പോണത്. അനുവിനോട് നിർത്തിയേക്കാം. പെട്ടി ഒത്തിരി എണ്ണം ഉണ്ട്. അപ്പം വണ്ടി എടുത്തോണ്ടൊക്കെ ചെല്ലാട്ടോ. വണ്ടിയുടെ അകമൊക്കെ അടിപൊളിയാട്ടോ. നമുക്ക് വണ്ടിയൊക്കെ കിട്ടി. നമ്മൾ വണ്ടിയിലോട്ട് പെട്ടിയെല്ലാം കയറ്റി വെച്ചോട്ടോ. നമ്മളെ 4 പെട്ടിയും അതേ വണ്ടിക്കകത്ത് പെട്ടി മാത്രമേ ഉള്ളൂ. മൊത്തം പുറയിൽ 3 പെട്ടി, 4 പെട്ടി പുറകിൽ കൊണ്ടു. അത് ആക്ച്വലി 7 സീറ്റ് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പുറത്തെ സീറ്റൊക്കെ മടക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് സാധനങ്ങൾ കൊള്ളിക്കാം. എനിവേ അങ്ങനെ നമ്മൾ അനുവൊക്കെ ഓൾറെഡി വണ്ടിക്കകത്ത് കയറി റെഡിയാണ്. തണുപ്പാണെന്ന് പറഞ്ഞത്. അവൾ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ അതുപോലെ ഇട്ടിട്ടുണ്ട്. എനിക്ക് അത്ര തണുപ്പ് പോകുന്നില്ല കേട്ടോ. എനിവേ അപ്പോൾ നമുക്ക് ഇപ്പോൾ സമയം ഇവിടെ 11:30 ആയുള്ളൂ. ഇവിടുന്ന് 5 മണിക്കാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 3 മണിക്കൂറും ഉച്ചയ്ക്ക് 2 മണിക്കൊക്കെ അങ്ങ് പോയി ചെക്ക് ഇൻ ചെയ്താൽ മതി. ഇവിടുന്ന് എയർപോർട്ടിലേക്ക് അതാണ്ട് എത്ര മണിക്കൂറുണ്ടാകും? 1.25 മണിക്കൂറുള്ളൂ. 10 മൈലേ ഉള്ളൂ. പക്ഷേ ന്യൂയോർക്കാണ്. 1.25 മണിക്കൂർ എടുക്കുമായിരിക്കും. എനിവേ സോ അതുകൊണ്ട് നമ്മളൊരു ദോശ കഴിക്കാൻ പോവാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു ദോശക്കട ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ദോശ കഴിക്കാൻ പോവാണ് അല്ലേ? ദോശ അല്ലേ? എന്നാണെങ്കിലും പോണ വഴിക്ക് കിട്ടുമ്പോൾ നോക്കാം. ദോശയൊക്കെ തപ്പി പോയി അവസാനം നമുക്ക് മക്ഡൊണാൾഡ്സ് എങ്കിലും മേടിച്ച് കഴിക്കാം. എനിവേ ബാക്കി നമുക്ക് റോഡിൽ കാണാം. ഹിന്ദിയിലൊക്കെ ആട്ടോ ബോർഡ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഫ്ലോറിഡയിൽ ഇങ്ങനെയൊന്നും കാണാൻ കിട്ടില്ല കേട്ടോ. അപ്പുറത്തും അതെ, ഇന്ത്യക്കാരുടെ കടയാന്ന് തോന്നുന്നു. ഫുൾ ഇന്ത്യ കടകളാ. മൊത്തം ഹിന്ദിയിൽ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നല്ല വിശപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണോ അധികം മനസ്സിന്റെ ആഗ്രഹം ദൈവം കേട്ടിട്ടാണോ എന്നാന്നറിയില്ല, നമ്മളിവിടെ വന്നപ്പം ഭയങ്കര പാർക്കിങ്ങിന് വേണ്ടി പുറകിൽ പിടിച്ചോറിയ. കാരണം ഇവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്നാണെങ്കിലും നമ്മളിവിടെ കൊണ്ടുവന്നു. നമ്മുടെ ദോശ ഡിലൈറ്റിന് തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടി. ഇതാണ് ഈ കാണുന്നതാണ് കേട്ടോ ദോശ ഡിലൈറ്റ്. ഈ ഓറഞ്ച് കളർ. ആക്ച്വലി ഇത് ശരിക്കും ഒരു ഇന്ത്യൻ ഫുഡിന്റെ ഒരു സ്ട്രീറ്റ് എന്ന് വേണേൽ പറയാം. കാരണം പുറകിലേക്കൊക്കെ നമ്മൾ ഇവിടെ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മുടെ ഹിന്ദിയിലൊക്കെ ബോർഡ് വെച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ദോശ ഡിലൈറ്റ് എങ്ങനെയുണ്ടോ നമുക്കൊന്ന് പോയി പരീക്ഷിച്ച് കളയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഓർഡർ ചെയ്ത ദോശ ഡിലൈറ്റിലെ മസാല ദോശ വന്നിരിക്കുകയാണ്. ഏതായാലും ഇത്ര വലിപ്പം ഞാനും പ്രതീക്ഷിച്ചില്ല. ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ ചട്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ശരി, ഫുഡ് കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. ഫുഡ് നല്ല അടിപൊളി ഫുഡായിരുന്നു. വലിയ തെറ്റൊന്നും ഇല്ലായിരുന്നു. നല്ല വലിയ ദോശയും നല്ല മസാല ചായ കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ പഞ്ചാബി ഡാബിൽ കിട്ടുന്ന അത്ര ആയില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. നല്ല ചായ ആയിരുന്നു. വേറെ തെറ്റൊന്നുമില്ല, തെറ്റ് പറയാനൊന്നുമില്ല. സോ ഏതായാലും നമ്മൾ നമ്മുടെ വണ്ടിയിലോട്ട് തിരിച്ചു പോവാണ്. നമ്മൾ വണ്ടി എടുക്കാൻ നോക്കിയിരിക്കുമായിരിക്കും ഇവിടെ ആൾക്കാർ. ഏതായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാൻ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ JFK എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്.
അപ്പം നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തു. നമുക്ക് ട്രാഫിക് ഒന്നും സോഫാർ ഇല്ല. ഉച്ച കഴിഞ്ഞാൽ ട്രാഫിക് ആയിരിക്കും. നമ്മൾ ഫുഡ് കഴിച്ച ആപ്പിളോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഉച്ച കഴിയുമ്പോൾ മിക്കവാറും ട്രാഫിക് ആയിരിക്കും എന്ന് പറഞ്ഞു. സോ ഏതായാലും ഇപ്പോൾ ഇവിടെ സമയം 1 മണിയായി. നമുക്ക് ഏതാണ്ട് 1:30 കൂടി നമുക്ക് എയർപോർട്ടിൽ ചെല്ലാമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എയർപോർട്ടിൽ ചെല്ലുന്നപ്പോൾ നമുക്ക് വണ്ടി റിട്ടേൺ ചെയ്യണം. വണ്ടി റിട്ടേൺ ചെയ്തിട്ട് അവിടെ നിന്ന് ഷട്ടിൽ ബസ് എടുത്തിട്ട് വേണം എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. സോ എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം 2 മണി ഒക്കെ ആവും. അപ്പോൾ നമുക്ക് കറക്റ്റ് ബോർഡിങ് ചെയ്യേണ്ട സമയമാണ് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ വിട്ടുപോക്കേണ്ട നല്ല ഫുഡായിരുന്നു കേട്ടോ. വയറ് നിറഞ്ഞു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു 4:30 നമ്മൾ ഊബർ വിളിച്ചാണ് വീട്ടിൽ നിന്ന് പോന്നപ്പോൾ. അപ്പോൾ അതിരാവിലെ ഒന്നും ഭക്ഷണവും കഴിച്ചില്ല. പ്ലെയിനിൽ കയറിയപ്പോഴത്തേക്ക് നല്ല ക്ഷീണം, കാരണം ഉറങ്ങിപ്പോയി. പ്ലെയിനിലാണ് ഫുഡ് കൊടുത്ത സമയത്ത് ഞാൻ അറിഞ്ഞു പോലുമില്ല. അരു അറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഉറങ്ങുവാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർ ഞങ്ങളെ ശല്യപ്പെടുത്തിയുമില്ല. അപ്പോൾ എന്നാന്ന് പറഞ്ഞാലും അങ്ങനെ നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ പയ്യെ ചെറിയ തലവേദനയും തലകറക്കമൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഏതായാലും പുറത്തിറങ്ങി ഒന്ന് ദോശ കഴിക്കാമെന്ന് പറഞ്ഞപ്പം സത്യം ദോശയും 2 ചായയും കൂടെ കുടിച്ചപ്പോൾ ഭയങ്കര ആശ്വാസം കേട്ടോ. വണ്ടി നമുക്ക് ഫുൾ ടാങ്കിലാണ് തന്നത്. അപ്പം നമ്മൾ തിരിച്ചു കൊടുക്കണം, ഫുൾ ടാങ്കിൽ തന്നെ കൊടുക്കണം. കാര്യം ഇതിൻ്റെ അകത്ത് നിന്ന് ഫ്യൂൾ ഒരല്പം പോലും താന്നിട്ടില്ല. അടിപൊളി വണ്ടി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് US മാസയുടെ വണ്ടി ഓടിക്കുന്നത്. നമ്മളിവിടെ അത്യാവശ്യം എല്ലാ തരത്തിലുള്ള ബ്രാൻഡ് നോക്കിയിട്ടുള്ള മാസ്ത ഞാൻ ഇത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാണ് കേട്ടോ. കാരണം കാലം കൊടുത്ത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് സ്പീഡും കയറും. അത്യാവശ്യം നല്ല പവറുള്ള വണ്ടി തന്നെയാണ്. ഫ്യൂവൽ ഒട്ടും താന്നിട്ടില്ല. പക്ഷേ എന്നാണേലും തൊട്ടടുത്ത് കൊണ്ടുപോയി 1 രൂപയ്ക്കെല്ലാം ഗ്യാസ് അടിക്കേണ്ട വരുമായിരിക്കും. 1 രൂപയ്ക്ക് കയറുമെന്ന് തന്നെ സംശയമാണ്. അപ്പോൾ അത് ഗ്യാസ് അടിച്ചിട്ട് നമുക്ക് കൊണ്ടുപോയി അവിടെ കൊടുക്കാം. ബാക്കി നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളങ്ങനെ പെട്ടിയൊക്കെ ആയിട്ട് ഇവിടെ നമ്മുടെ ടെർമിനലിലെ ഷട്ടിലിൻ്റെ അടുത്ത് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 8 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത ട്രെയിൻ വരുള്ളൂ. നമുക്ക് പോകേണ്ട ടെർമിനൽ 7 ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫെഡറൽ സർക്കിളിലാണ്. സോ നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. നമുക്ക് ഇവിടെ ഇതിപ്പോൾ ഫുള്ള് കാർ റെൻ്റലിൻ്റെ ലോട്ടാണ് കേട്ടോ. എവിടെയാണ് നമ്മൾ കാർ റെൻ്റൽ കൊണ്ടുവന്ന് റിട്ടേൺ ചെയ്യുന്നത്. പല കമ്പനികളുടെ ഉണ്ട്. നമ്മളെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ കാർ റെൻ്റലാണ് റിട്ടേൺ ചെയ്തത്. ആ ട്രെയിനാണ് നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്ന സാധനം. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ JFK എത്തി കേട്ടോ. JFK നമ്മൾ പെട്ടിയെല്ലാം കയറ്റി വിട്ടു. നമ്മളിനി നേരെ ഗേറ്റിലേക്ക് പോവാണ്. അത് ഇവിടെ ഒരു അടിപൊളി ക്രിസ്മസ് ട്രീ കണ്ടിരുന്നു. നല്ല സൂപ്പർ ഒരു ക്രിസ്മസ് ട്രീ ആട്ടോ. നല്ല രസമാണ്. JFK എയർപോർട്ടിൽ വെച്ചിരിക്കുന്നതാണ്. അങ്ങോട്ട് സെക്യൂരിറ്റി ചെക്കിംഗ് ആണ്. അവിടെ നമുക്ക് വീഡിയോ പിടിക്കാൻ പറ്റില്ല. സോ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറി കഴിഞ്ഞിട്ട് കാണാം. ബെൽറ്റും എല്ലാം ഊരണം. സോ അകത്ത് കാണാം കേട്ടോ. ഫ്രണ്ട്സ് നമ്മളതേ ബോർഡിങ് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. ആക്ച്വലി സോൺ 1 ആണ് നമ്മുടെ. ഇതാണ് ലൈൻ കുവൈറ്റ് എയർവേസ്. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. ഗേറ്റ് നമ്പർ 6 ആണ്. സോ അപ്പോൾ നമ്മൾ 1 മണിക്കൂറോളം ആയിട്ടോ ഇത് ഇപ്പോൾ നിൽക്കണം. ഇന്നും നിൽക്കുന്ന ഒരു അടി പോലും ഇറങ്ങിയിട്ടില്ല. ഏതായാലും വിളിച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു. അത് നമ്മൾ 3:30 നിൽക്കുക. നമ്മളെ പിടിച്ച് ലൈനൊക്കെ നിർത്തി പാസ്പോർട്ടൊക്കെ വെരിഫൈ ചെയ്ത് മറ്റേ ബോർഡിംഗ് പാസ് ഓക്കെ കഴിഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തൊന്ന് കയറിയാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഏതായാലും കുവൈറ്റ് എയർവേസിൽ കയറി കേട്ടോ. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ആദ്യം ഭയങ്കര മോശം ഒരു ഇംപ്രഷൻ ആയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത്. കാരണം എല്ലാവരും പറഞ്ഞു കുവൈറ്റ് എയർവേസിനകത്ത് അത്ര സൗകര്യം ഇല്ല എന്നൊക്കെ. പക്ഷെ ലെഗ് സ്പേസ് ഒക്കെ കുഴപ്പമില്ല. ലെഗ് സ്പേസ് മാത്രമല്ല, ഈ സീറ്റ് തമ്മിലുള്ള ഗ്യാപ്പ് നന്നായിട്ടുണ്ട്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കണ്ടറിയണം. പില്ലോയും ബ്ലാങ്കറ്റും ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമുക്ക് കുവൈറ്റ് എയർവേസിൽ കിട്ടിയിരിക്കുന്ന ഫുഡ്. ചിക്കനും ലാമ്പും ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാനിപ്പോൾ ചൂസ് ചെയ്തത് ചിക്കനാണ്. പിന്നെ സാലഡ് ഉണ്ട്, ഡെസേർട്ടായിട്ട് ചോക്ലേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് പിന്നെ ഉള്ളത് വെള്ളമുണ്ട്, കോഫിക്കുള്ള കപ്പുണ്ട്. കോഫി വരുമായിരിക്കും. നല്ല കട്ട്ലറീസ് ആണ്. നല്ല രസമുണ്ട് കേട്ടോ. എനിവേ അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഐ മീൻ ഒട്ടും മോശം പറയല്ല. സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈവൻ ഡെസേർട്ട് വരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഈവൻ എമിറേറ്റ്സിലേക്ക് നല്ല ഫുഡാണ് എനിക്ക് തോന്നിയത്. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എമിറേറ്റ്സിലെ ഫുഡിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടു. എനിക്കും ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ വേറെ പലരും ഇങ്ങനെ ഫുഡ് മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അവർ പോകുന്നപ്പം മോശമായിരുന്നേക്കാ കേട്ടോ. എന്താണെങ്കിലും ഇപ്പൊ അവർ ഡെവലപ്പ് ആയിട്ടുണ്ട്. നിലവിൽ ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയ ഫുഡ് അടിപൊളിയായിരുന്നു. ഈവൻ ഗ്ലാസ് വരെ ലൈക്ക് നമുക്ക് വെള്ളം തന്ന ഗ്ലാസ് വരെ കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ഫൈബറിന്റെ ഗ്ലാസ്, നല്ല രസമുള്ളതാണ്. ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു. നമുക്ക് ഈവൻ നമ്മുടെ ഡെസേർട്ട് വരെ അടിപൊളിയായിരുന്നു. എനിവേ അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ പെയ്യൊന്ന് കിടന്ന് ഉറങ്ങാൻ കഴിയും. അപ്പോ
നമുക്ക് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഫ്ലൈറ്റിലുള്ള പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്, നമുക്ക് ഫുഡ് ഒരു ട്രേ നമുക്ക് തന്നിട്ട് നമ്മുടെ വയറ് നിറഞ്ഞില്ലെങ്കിൽ നമുക്ക് രണ്ടാമതൊരു ട്രേ കൂടെ ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചില സമയത്ത് നമുക്ക് മിക്കവാറും സമയത്ത് വേണ്ടി വരില്ല. ഇൻ കേസ് അത്രയ്ക്ക് സ്റ്റാർട്ടിങ്ങൊക്കെയാണെങ്കിൽ നമുക്ക് രണ്ടാമത് ചോദിക്കാം. അതിനൊരു നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല. അവരത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം മാത്രമല്ല ഈ ട്രേ ഫിൽ ചെയ്യുന്നത് ഒരു മീഡിയം സൈസ് ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. ഒരു ആവറേജ് ആണ് നമുക്ക് ഫുഡ് വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. വിശപ്പുള്ളവർ അവർ രണ്ടാമതും തരും. സോ ഫുഡൊക്കെ കാലിയായി, പാത്രമൊക്കെ കാലിയായിട്ട് ഇതിപ്പോൾ ഒന്നും പറയാനില്ല. പയ്യൊന്ന് മയങ്ങാൻ പോകാം. നന്നായിട്ടൊന്ന് ഉറങ്ങി എണീറ്റു കേട്ടോ. അതെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മഷ്റൂം വിത്ത് എഗ്ഗാണ്. അവരതിന് പറയുന്ന പേര് ഈ കാണുന്നതാണ്, പിറ്റാറ്റ എന്നാണ് അവർ പറയുന്നത്. മഷ്റൂം വിത്ത് എഗ്ഗാണ്. പിന്നെ കോഫിക്കുള്ള കപ്പുണ്ട്, ആസ് യൂഷ്വൽ വെള്ളമുണ്ട്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ നീണ്ട 10.5 മണിക്കൂർ യാത്രകൾക്ക് ശേഷം കുവൈറ്റിലെത്തിയിരിക്കുകയാണ് കേട്ടോ. കുവൈറ്റിൽ നമ്മുടെ ബോഡി ചെക്കിംഗ് ഒക്കെ US പോലെ തന്നെ ഭയങ്കര ടൈറ്റ് ആയിരുന്നു. പിന്നെ മറ്റേ ബോർഡിംഗ് പാസ് സ്കാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അവിടെ ജസ്റ്റ് അവർ നോക്കിയിട്ട് അങ്ങ് കയറ്റി വിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ഡ്യൂട്ടി ഫ്രീയിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം കുവൈറ്റ് ദിനാറിലാണ്. ഞാൻ അമേരിക്കയായിട്ട് ഏകദേശം പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇച്ചിരി എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? അറിയില്ല, നമ്മളൊക്കെ US വെച്ച് നോക്കുമ്പോൾ അല്പം എക്സ്പെൻസീവ് ആണ്. പക്ഷേ എനിവേ നമ്മളങ്ങനെ ഇവിടെ വന്ന് കുറച്ച് സമയമുണ്ട്. നമുക്കിപ്പോൾ സമയം ഇവിടെ 1:15 ആയുള്ളൂ. നമുക്ക് വൈകുന്നേരം 5:30ക്കാണ് ഫ്ലൈറ്റ്. സോ നമ്മളിവിടെ നേരെ അൽ മുബാറക്കിയ ലോഞ്ച് എന്ന് പറഞ്ഞ ലോഞ്ചുണ്ട്. അപ്പോൾ ആ ലോഞ്ചിലേക്ക് പോകണം കേട്ടോ. നമുക്കിവിടെ ലോഞ്ച് ആക്സസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് നേരെ ലോഞ്ചിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി പുറത്തേക്ക് ഇറങ്ങാം. അൽ മുബാറക് ലോഞ്ച് എന്നാണ് ഇവിടുത്തെ ലോഞ്ചിന് ഞങ്ങൾക്ക് ആക്സസ് ഉള്ള ലോഞ്ച്. ഇനിവേ ലോഞ്ച് തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ B4 വാഹനത്തിലെത്തി. B4 നിന്നാണ് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. ഇവിടുന്ന് 5 മണിക്കൂറുണ്ട്. 5 മണിക്കൂർ പറ്റി കയറ്റിക്ക് വന്നിരിക്കേണ്ട കാര്യമില്ല അല്ലേ? 5 മണിക്കൂറുള്ളത് കയറ്റിക്ക് വന്നിരിക്കേണ്ട കാര്യമില്ല. സോ ലോഞ്ചിൽ പോകുന്ന ഫ്രഷ് ആയിട്ട് ഇത്ര അടുത്ത ലോഞ്ച്. ഇതിപ്പോൾ ഇതാണ് B4. ഇതാണ് നമ്മുടെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ലോഞ്ച് കാണിക്കുന്നത്, എലൈറ്റ് ലോഞ്ച്, അൽ മുബാറക് ലോഞ്ച്. അപ്പോൾ നമുക്ക് അവിടെ കാര്യം ആക്സസ് ഉണ്ട്. അപ്പോൾ എന്നാൽ പോയി ആഘോഷമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി തുടരാം. ഓക്കെ. പിന്നെ നല്ല ടയേർഡാണ്. ഫുഡ് ഒത്തില്ല. ഫുഡുണ്ട്, അത്യാവശ്യം നമ്മുടെ ഇന്ത്യൻ സ്റ്റൈൽ ഫുഡുകൾ തന്നെയാണ്. ഇവിടെ കുവൈറ്റ് മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത്തിരി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വെച്ചു. അപ്പം ഒന്ന് ഫ്രഷായി. ഇവിടെ നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള 2 ടോയ്ലറ്റും കാര്യങ്ങളുണ്ട്, ഷവറും കാര്യങ്ങളും. ഷവർ നമുക്ക് ടെർമിനൽ 1-ൻ്റെ അകത്താണുള്ളത്. കാരണം നെറ്റിൻ്റെ ടെർമിനൽ 4-ലാണ്. ഇവിടെ ഒരു മിനി ലോഞ്ചാണ്. കുഴപ്പമില്ല, എന്നാലും നമുക്ക് അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. മൊത്തത്തിൽ സ്പേസ് ഇച്ചിരിയാണ്. ഇനി സ്ഥലം കുറവാണ്. ഇവിടെ നോക്കി പുറത്തേക്ക് നോക്കി നമ്മുടെ ഫ്ലൈറ്റൊക്കെ വന്ന് കിടക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിനെയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ നേരെ തിരിച്ച് ഗേറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. സോ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു നമ്മളിപ്പോൾ വന്നപ്പോൾ കണ്ടില്ലാണോ അതായത് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയാണ് നമ്മുടെ ഗേറ്റ്. സോ ഇപ്പം ഏതാണ്ട് സമയം 3:30 നമുക്ക് 4 മണിയോട് കൂടി ബോർഡിങ് തുടങ്ങുമായിരിക്കും. കാരണം 5:15 ഫ്ലൈറ്റ്. നമ്മൾ കയറിയ ലോഞ്ച് ഇതാണ് കേട്ടോ, അൽ മുബാറക്കിയ. എനിവേ നമ്മുടെ ഈ ടെർമിനൽ ഉണ്ടായിരുന്നു നമുക്ക് അക്സസിബിൾ ആയിട്ടുള്ള ഒറ്റ ലോഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഈ ലോഞ്ച്. ടെർമിനൽ 1-ൻ്റെ അകത്ത് വേറെ ഇതിലും വലിയ ലോഞ്ചുകൾ ഉണ്ടായിരുന്നു. കാരണം ഷവറും കാര്യങ്ങളൊക്കെ അതിനകത്ത് അവൈലബിൾ ആണ്. എനിവേ അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ഗേറ്റിലേക്ക് പോവുകയാണ്. ഗേറ്റ് നമ്പർ B4 എന്നാണ് പറഞ്ഞത്. ഈ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് തന്നെയാണ് B4. ആദ്യം കാണുന്നത് തന്നെയാണ് B4. അവിടെ ചെറിയ ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി വിശാലമായ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ഉണ്ട്. അവിടെ പോയി എന്തെങ്കിലും കാര്യമായിട്ട് മേടിക്കാനുണ്ടോ നോക്കാം അല്ലേ? കുറച്ച് കാശ് പിടിക്കാൻ പോകാം. അതായത് ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ വാങ്ങിച്ച ബ്രാൻഡ്. അതാണിപ്പോൾ നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്ത്
അതിന് ബാക്കി എപ്പുറത്തെ ഷോപ്പിങ്ങിനാണ്. ഇവിടെ എന്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഇവിടെ മലയാളികൾ വന്നു കഴിയുമ്പം ആദ്യം പിടിക്കുന്ന സാധനമാണ് ടാങ്ക്. ടാങ്കിൻ്റെ ഒപ്പം തന്നെ നിഡോയും പിടിച്ചിട്ടുണ്ട്. പെർഫ്യൂം ഏതായാലും എൻ്റെ വീക്ക്നെസ് ആയിട്ടുണ്ട്, അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി പർച്ചേസ് ചെയ്തു. ഇവിടെ അത്യാവശ്യം എല്ലാ നമ്മുടെ അവിടെ യൂസ് കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ചോക്ലേറ്റ്സുകളും ഉണ്ട് കേട്ടോ. പിന്നെ റേറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ കമ്പാരിറ്റീവ്ലി അവിടത്തെ കഴിഞ്ഞും ഇച്ചിരി എക്സ്പെൻസീവ് ആണ് എൻ്റെ വിശ്വാസം. ഇത് അപ്പോൾ $80 കിട്ടി. സാധനമായിട്ട് കുറെ കാശൊക്കെ പൊട്ടിച്ചു. ഏതായാലും നമ്മളങ്ങനെ ഗേറ്റിലേക്ക് പോവാണ്. ഫ്ലൈറ്റിന് സമയമായി, അത് എൻ്റെ ഭാഗ്യം. അതുകൊണ്ട് നമ്മൾ നേരെ ഗേറ്റിലേക്ക് പോവാണ്. ഇല്ല ശരിയാവില്ല, ഇപ്പം സമയം 4:30 5:15 ഫ്ലൈറ്റ് ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ബോർഡിങ് തുടങ്ങി. ഇതിന് വെയിറ്റ് ഇവിടെ നോക്കില്ലായിരിക്കുമല്ലോ. ഞാൻ പിടിക്കും. അല്ല അത് കുഴപ്പമില്ല, അവർ തൂക്കില്ല. അപ്പോൾ ബാക്കി നമുക്ക് ഫ്ലൈറ്റൊക്കെ കയറിയിട്ട് കാണാം കേട്ടോ. നമ്മൾ ബസ്സിലാണ് കേട്ടോ ഇവിടുന്ന് പോകുന്നത്. കയറിക്കോ. ഇവിടുന്ന് ഇന്ത്യയിലേക്ക് ബസ്സിലാണ്. വിമാനം പൂർണ്ണമായി നിന്ന് സീറ്റ് ബെൽറ്റ് സൈൻ ഓഫ് ആകുന്നതുവരെ എല്ലാ യാത്രക്കാരും അവരവരുടെ സീറ്റുകളിൽ സീറ്റ് ബെൽറ്റുകൾ ധരിച്ച് ഇരിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും സീറ്റിനടിയിൽ നിന്നോ സീറ്റിന് മുകളിലുള്ള അറകളിൽ നിന്നോ ശേഖരിക്കേണ്ടതാണ്. സീറ്റിന് മുകളിലുള്ള അറകൾ തുറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭാരമുള്ള സാധനങ്ങൾ നിങ്ങളുടെ മേൽ വീണ് പരിക്കേൽക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇന്ന് കുവൈറ്റ് എയർവേസിൽ യാത്ര ചെയ്തതിന് ക്യാപ്റ്റനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും നിങ്ങളോട് നന്ദി പറയുന്നു. ഈ വിമാനയാത്ര നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങളെ ഒരിക്കൽ കൂടി കുവൈറ്റ് എയർവേസിലേക്ക് സ്നേഹാർദ്രപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. അതിൻ്റെ ഡ്യൂട്ടി ഫ്രീയിലാണ് നിലവിൽ. അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം കേട്ടോ. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫോർ നൗ.